ഈ 71-ൽ ഇങ്ങനെയൊരു രാജ്യം രൂപീകരിക്കാൻ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടു. നമ്മുടെ നിരവധി സൈനികർ വീരമൃത്യുവൊക്കെ വരിച്ചിട്ടുണ്ട്. പക്ഷേ അവസാനം വരുന്ന സമയത്ത് വീണ്ടും നമുക്കെതിരാകുന്ന ഒരു സാഹചര്യമാണ് ഈ ബംഗ്ലാദേശ്. ആ ഇസ്ലാമിൻ്റെ സ്വഭാവം അതാണെന്ന്. അവർ ശരി ബംഗ്ലാദേശ് അവർക്ക് കൊടുത്തു, നമ്മൾ കഷ്ടപ്പെട്ട് അവരും കഷ്ടപ്പെട്ടു ഒക്കെ ഉണ്ടാക്കി കൊടുത്തു. മുജീബുർ റഹ്മാനായിരുന്നു ആദ്യത്തെ പ്രധാനമന്ത്രി. മുജീബുർ റഹ്മാനെ കൊന്നതാരാ? ബംഗ്ലാദേശികളാണ്, നമ്മളല്ലല്ലോ. മുജീബുർ റഹ്മാനെ ഇന്നും മുജീബുർ റഹ്മാൻ്റെ പ്രതിമ തല്ലിപ്പൊട്ടിക്കുന്നു ഈ പാർട്ടികൾ. എന്നിട്ട് ഇന്നലെ അവരുടെ സ്റ്റുഡൻറ്റ് ലീഡർ, അവനിപ്പോൾ എന്തോ അഡ്വൈസറോ മറ്റുമാണ്, എന്ത് ഇസ്ലാമാണത്, ജവാദ് ഇസ്ലാമോ അങ്ങനെ, അവൻ്റെ പ്രസ്താവന ബംഗ്ലാദേശിൽ ജനാധിപത്യം വരണമെന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യ ആഗ്രഹിച്ചാൽ നിനക്ക് ജനാധിപത്യം നടപ്പിലാക്കിക്കൂടെ? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്ക്, മത്സരിക്ക്, വോട്ട് വാങ്ങിക്ക്, ജനാധിപത്യം നടപ്പിലാക്കിക്കോ. ഇന്ത്യ എന്ത് ചെയ്തു അതിന്? അവൻ ഇന്ത്യയെ കുത്തുന്നു. കാരണം ഇന്ത്യയുടെ നേർക്കാണ് എല്ലാവരുടെയും അറ്റാക്ക്. നമ്മളിവിടെ നേരെ കഞ്ഞിയും വെള്ളവും കുടിച്ചൊക്കെ കഴിയുന്നത് ആർക്കും കണ്ണിൽ പിടിക്കുന്നില്ല, ആർക്കും. അത് വലിയൊരു പ്രശ്നമാണ്. നമ്മളെന്നാൽ ആരെയും ഉപദ്രവിക്കാൻ പോകാറില്ല, പക്ഷേ എല്ലാവരും നമ്മുടെ ശത്രുക്കൾ. നേപ്പാളിന് നമ്മളോട് ശത്രുത, ഭൂട്ടാന് ശത്രുത, ടിബറ്റിന് ശത്രുത, മാൽദീവ്സിന് ശത്രുത, ശ്രീലങ്കയ്ക്ക് ശത്രുത, ബർമ്മയ്ക്ക് ശത്രുത. ഇത് നയതന്ത്രത്തിൻ്റെ പിഴവാണ് പോലെ. എന്ത് നയതന്ത്രം? യുവന്മാരൊക്കെ ആയിട്ട് നമ്മുടെ 20-ലൊന്നും 50-ലൊന്നും വലിപ്പമില്ല ഈ ചെറുക്കിന്. അവനുമായിട്ട് എന്ത് തന്ത്രം, എന്ത് നയം, എന്ത് ചെയ്യണമെന്നാണ്. സോ വി ആർ ജസ്റ്റ് ഇഗ്നോറിങ് ദം. ഓക്കെ, ഇഫ് യു ആർ അൺഹാപ്പി വിത്ത് അസ്, ഫൈൻ. അങ്ങനെ മാൽദീവ്സ് വലിയ ആൾ ചൈനയുടെ പിന്നാലെ പോയി, അവസാനം പാട്ടിണിയായി, കഞ്ഞി കിട്ടാതെ മോദിയെ വിളിച്ച്. മോദി പിന്നെ അപമാനിച്ചില്ല, റിപ്പബ്ലിക് ഡേക്ക് വരാൻ പറഞ്ഞു മുഖ്യാതിഥിയായിട്ട്. ഇവിടെ വന്നിട്ട് എന്താ ചേട്ടാ എന്ന് ചോദിച്ചു. വലിയ പ്രശ്നമാണ്, കഞ്ഞി കുടിച്ചിട്ട് 7 ദിവസമായി, എന്തെങ്കിലും തരണം. അവിടെ നിന്ന് 20,000 2 ലക്ഷം ഏക്കറോ മറ്റോ മാൽദീവ്സിൽ, അത് ഭാരതത്തിന് ലീസിന് കൊടുത്തു. ടൂറിസം പ്രോജക്റ്റോ സംതിങ് എന്തൊക്കെയാണ് മോദിയുടെ പ്ലാൻ എന്ന് വെച്ചാൽ അത് നടപ്പാക്കും. അതിൻ്റെ പേരിൽ കുറച്ച് പൈസ കൊടുത്തിട്ട് താങ്ങി നിർത്തിയിരിക്കുക. അവൻ വലിയ ആൾ കളിച്ചിട്ട് ഇന്ത്യക്കാരോട് ഇറങ്ങിപ്പോടാന്നൊക്കെ പറഞ്ഞ് ഇവന്മാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു 75 പട്ടാളക്കാരെ നമ്മൾ അയച്ചതാണ്. ആ 75 പട്ടാളക്കാരെ ഇപ്പോൾ ഇറങ്ങിപ്പോണം. ശരി, പോരാ ഇങ്ങോട്ട്. അവൻ ചൈനയിലേക്ക് പോയി, ഇന്ത്യയിൽ വന്നില്ല. ചൈനയിലേക്ക് പോയി, ചൈനയുമായിട്ട് കൂട്ടുകൂടാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് ചൈനക്കാരന് വട്ടാണ് ഇവന് ശാപ്പാട് കൊടുക്കാൻ. അവർ പറഞ്ഞ് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും നടന്നില്ല. ചൈന എപ്പോഴും അങ്ങനെയാണ്, അവരുടെ താല്പര്യം മാത്രമാണ് നോക്കുന്നത്. പിന്നെ ഇന്ത്യയുടെ ശ്രദ്ധ തിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് അതിർത്തിയിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടൊക്കെ ഇരിക്കും. ചൈനയുടെ വളരെ ക്ലിയറായിട്ട് ഇൻറ്റൻഷൻസുള്ള, അല്ലെങ്കിൽ ബാഡ് ഇൻറ്റൻഷൻസുള്ളൊരു രാജ്യമാണ് ചൈന. സോ ഐ ഡോണ്ട് തിങ്ക് ചൈന വിൽ ഇൻ്റർഫിയർ ഇൻ ബംഗ്ലാദേശ്. ഇതല്ലാതെ വേറൊരു പരിഹാരം ഞാൻ കാണുന്നില്ല. അതല്ലെങ്കിൽ അവിടെ യുണൈറ്റഡ് നേഷൻസ് ഇടപെട്ട് പുതിയൊരു തെരഞ്ഞെടുപ്പ് നടത്തി അതിൽ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി അധികാരത്തിൽ വരിക. ഷെയ്ഖ് ഹസീന ഇപ്പോഴും ഇരിക്കുന്ന ഇന്ത്യയിലാണ്. ഷെയ്ഖ് ഹസീന വീണ്ടും ബംഗ്ലാദേശിൽ പോയിട്ട് പ്രസിഡൻറ്റോ പ്രൈം മിനിസ്റ്ററോ എന്താ ഹയസ്റ്റ് പോസ്റ്റ് എന്ന് വെച്ചെടുക്കുക. അവർക്കും വയസ്സായി, ഇപ്പം വേറെ ആളെ വെച്ചിട്ട് അത് ചെയ്യുക. അതിനൊക്കെ ഒരുപാട് സമയമെടുക്കും. യുവന്മാരോട്ട് സമ്മതിക്കും. ഇപ്പോൾ ഏകദേശം ജമാഅത്തിൻ്റെ കയ്യിലാണ് ആ സാധനം ബംഗ്ലാദേശ് ഇരിക്കുന്നത്. അപ്പോൾ അവർ ജനാധിപത്യമൊന്നും അവർ സമ്മതിക്കും. ബേസിക്കലി അവർ മുസ്ലിങ്ങൾ കൂടുതലും ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ജനാധിപത്യം ഇല്ലല്ലോ. അത് ഒരു ഗ്ലോബൽ റൂളാണ്. വെൻ ദേ ആർ ഇൻ മെജോറിറ്റി, നോ ഡെമോക്രസി, കഴിഞ്ഞു അതിൻ്റെ കഥ. സോ ദാറ്റ് ഈസ് ദ സിറ്റുവേഷൻ ഇൻ ബംഗ്ലാദേശ്. ഇതല്ലാതെ വേറൊരു സൊല്യൂഷൻ ഞാനതിന് കാണുന്നുമില്ല. നരേന്ദ്രമോദി അത് ചെയ്യുമോ? ജാനുവരി 20-ന് ശേഷം മറ്റ് കാർന്നവരുടെ നിലപാടെന്താണെന്ന് നോക്കാം. അതനുസരിച്ച് ചെയ്യും എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. ബട്ട് പഴയ പോലെ അല്ല. ഇപ്പോൾ ഒരുപാട് ഇഷ്യൂസുണ്ട് ഒരു രാജ്യത്തെ. പഴയ പോലെ ആക്രമിച്ച്, ഇപ്പോൾ റഷ്യ ഉക്രൈനെ ആക്രമിച്ചില്ല, 4 ദിവസം കൊണ്ട് ഉക്രൈൻ കീഴടങ്ങും, തീരും എന്നൊക്കെ എല്ലാവരും വിചാരിച്ചു. തീർന്നില്ല. അപ്രതീക്ഷിതമായിട്ട് യൂറോപ്പ് ഉക്രൈനെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഉക്രൈൻ നാറ്റോയുടെ മെമ്പറല്ല, ബട്ട് സ്റ്റിൽ അവർ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ യുദ്ധത്തിൻ്റെ ഗതി മാറി.
അങ്ങനെയുള്ള ഒരു ജിയോ പൊളിറ്റിക്സ് ആണ് ഇപ്പോൾ. അതുകൊണ്ട് ഓൾ ഡിപ്പെൻസ് ഓൺ ഞാൻ കാണുന്ന ഒരു ഫാക്ടർ ഇയാളുടെയാണ്, ട്രംപിൻ്റെ സ്ഥാനാരോഹണമാണ്. അത് കഴിഞ്ഞുള്ള സിറ്റുവേഷൻ വെച്ചിട്ടായിരിക്കും മോദിയുടെ ആക്ഷൻസ് എന്ന് ഞാൻ കരുതുന്നു.